അതെ. എന്നാലും എനിക്കാണെങ്കിലും ഒരുപാട് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് ചേട്ടൻ. ഒരുപാട് ഫാമിലി ഓഡിയൻസിന് അങ്ങനെ ഒരു അല്ലേ? അതെ അതെ അതെ, വലിയ കാര്യമാണ് ആൾക്കാർക്കല്ലേ. അപ്പോൾ അതൊരു സന്തോഷമാണ്. കാരണം നമ്മൾ അതിന് ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളുടെ ഒരു രീതിയുണ്ട്. അതൊരു ഭാഗ്യമാണ്. ഈ പറഞ്ഞ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ സെലക്റ്റീവായിട്ട് ഞാൻ അതേ ചെയ്യൂ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഭാഗ്യവശാൽ വരുന്ന ക്യാരക്ടേഴ്സൊക്കെ ഈ പറഞ്ഞ കണക്ക് കുറച്ച് എന്താണ് നല്ല ക്യാരക്ടേഴ്സാണ് കിട്ടുന്നത്. സെയിം ടൈമിൽ തന്നെ നമ്മളിപ്പോൾ നെഗറ്റീവ് ക്യാരക്ടേഴ്സൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ പോലും നമുക്ക് ഇത്തരം ക്യാരക്ടേഴ്സാണ് എപ്പോഴും പ്രോംപ്റ്റായി കിട്ടുന്നത്. അപ്പോൾ അതും ഒരു ഭാഗ്യമാണ്. ഇതൊന്നും കരുതി ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, നമ്മൾ കുറേ വർഷം നമ്മുടെ ശരീരത്തിൻ്റെ പറ്റി ചോദിക്കും, എന്തുകൊണ്ടാണ് ബോഡി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൽ പോലും ഞാൻ അധികം വിശ്വസിക്കുന്നില്ല. കാരണം നമ്മുടെ ബോഡിക്ക് ഓരോ ദിവസം ഓരോ തരത്തിലുള്ള ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. നാളെ വേറെന്തൊരു എനിക്കൊരു ഇത് ചെയ്താൽ എൻ്റെ ബോഡിയുടെ സ്ട്രക്ചറെ മാറിപ്പോകും. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലും വിശ്വസിക്കുന്നില്ല. പലരും പറയും നമ്മൾ ഡയറ്റ് ഒന്നും ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഫുഡെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്, എക്സർസൈസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇതൊക്കെ ചെയ്താലും ഇങ്ങനെ നിലനിൽക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നാളെ എനിക്കൊരു തൈറോയിഡിൻ്റെ ഒരു പ്രോബ്ലം വന്നു, അല്ലെങ്കിൽ വേറെ ഇത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പം അതുമൊക്കെ ഒരു ഭാഗ്യമാണ് അല്ലേ? ഓരോരുത്തരെ ഓരോ തരത്തിൽ ഇങ്ങനെ ദൈവം ഇങ്ങനെ എന്താ പറഞ്ഞു കൊണ്ട് നടക്കുന്നുണ്ട്, നമ്മളിങ്ങനെ പോകുന്നു. നമ്മുടെ ഒരു സമയം, നല്ല സമയം അല്ലേ? അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ചേട്ടൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്, കണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഇമോഷണൽ ആയിരുന്നു ആൻഡ് ഹാപ്പി ആയിരുന്നു. അതേപോലെ പലരും ഇങ്ങനെ കളിയാക്കുന്നതായിരിക്കുമല്ലോ, ഇപ്പൊ മരണ വീട്ടില് ശവമായിട്ട് കിടന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സിനിമ റിലീസായ സമയത്ത് എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ അയ്യപ്പൻ ശ്രീ അയ്യപ്പൻ എന്ന സിനിമ ഞാൻ നായകനായിട്ട് അഭിനയിച്ച സിനിമയാണ്. വിഷ്ണു വെഞ്ഞാറമൂട് സംവിധാനം ചെയ്ത സിനിമ അത്യാവശ്യം നന്നായിട്ട് പോയി. ഒരു ചെറിയ പടമാണ്, പക്ഷെ അത് എന്നിട്ട് പോലും അത് എല്ലാവരിലേക്കും എത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിങ്ങനെ ലൈവിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, അറിയാതെ അന്ന് കണ്ണൊക്കെ നിറഞ്ഞു പോയതാ. ലൈവ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഏരിയയാണത്. കാരണം ഞാൻ നമ്മളറിയാം 2020 മാർച്ച് 23 ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ 51 ദിവസങ്ങളായിരുന്നു നമ്മൾ ലോക്ക്ഡൗണിലിരുന്നു നമ്മളെല്ലാവരും. ആ 51 ദിവസവും ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് വരുമായിരുന്നു. അത് അന്ന് ഈ പാട്ടൊക്കെ പാടി കവിതയൊക്കെ ചൊല്ലി ആൾക്കാരുടെ കഥകൾ പറഞ്ഞിട്ട് നിങ്ങൾ മാസ്ക് ഉപയോഗിക്കണം, കൈ കഴുകണം, പുറത്തിറങ്ങരുത്. അന്ന് ലൈവിനൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നല്ലേ? അന്ന് നല്ല ഓഡിയൻസ് ആയിരുന്നു, നിറയെ ഓഡിയൻസ് ആയിരുന്നു. അപ്പോൾ 51 ദിവസം ഞാൻ ലൈവ് ഇരുന്നു. ഒരു 2 മണി മുതൽ ഒരു 3 മണി വരെയൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 41 ദിവസം കൂടി ലോക്ക്ഡൗൺ ആയപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ ലൈവ് ഇരുന്നു. ഇത് പറയാൻ കാരണം ആദ്യത്തെ 51 ദിവസം നമ്മൾ ലൈവ് ഇരുന്ന സമയത്ത് നമ്മളൊരു എൻ്റെ പേരിൽ കുറേ കൂട്ടുകാർ കൂടി അവരെല്ലാവരും നമ്മുടെ പേജുകൾ തുടങ്ങാൻ തുടങ്ങി, സംഘടനകൾ, വി വാല്യൂ അനീഷ് ജി, അങ്ങനെ കുറേ ടീമുകൾ, അനീഷ് ഏട്ടൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ ഫാൻസ് എന്നൊക്കെ, നമ്മുടെ ഫാൻസ് എന്നിടരുത്, ഫാമിലി ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൂട്ടുകാർ അങ്ങനെയൊക്കെ ഇടാവുന്ന പറയുന്നത് എപ്പോഴും. അപ്പോൾ അങ്ങനെ അത് പറയാൻ കാരണം, അങ്ങനെ നമ്മൾ കൂടിയ സമയത്തായിരുന്നു നമ്മൾ കുട്ടികൾക്ക് പഠനോപകരണമായിട്ട് മാറുകയായിരുന്നു TV. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ 51 TV കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആൾക്കാർക്ക് കൊടുത്തു. അതൊക്കെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കൊടുക്കാൻ പറ്റിയതാണ്. അതേ തുടർന്നും നമ്മളിങ്ങനെ പല പല കാര്യങ്ങളൊക്കെ നമ്മുടെ കിറ്റുകൾ കൊടുക്കുക, പരിപാടികൾ മാസാമാസം ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ലൈവിലൂടെ രൂപപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെനിക്ക് വലിയൊരു കുടുംബമാണ്. ഞാൻ ലൈവിൽ കയറുമ്പോൾ ഒരുപാട് പേര് വരും. അപ്പോൾ പക്ഷേ ഇപ്പോൾ നല്ല ഗ്യാപ്പാണ്, നല്ല ഗ്യാപ്പായി. അപ്പോൾ മനസ്സ് തുറക്കുന്നൊരു ഏരിയ ആയിരുന്നു എൻ്റെ. അതുകൊണ്ട് എൻ്റെ സിനിമ റിലീസായ 2 ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ കയറിയിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ സിനിമ ഇങ്ങനെ വന്നിട്ടുണ്ട്, കാരണം കാണണം എന്ന് പറഞ്ഞ് വന്നപ്പോൾ പെട്ടെന്ന് കരഞ്ഞു പോയതാ. അതിന് കാരണം ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം അല്ല, ആദ്യം അന്നൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പാഠഭേദം എന്നൊരു സീരിയലുണ്ടായിരുന്നു. നമ്മുടെ മണക്കാട് ലീല ചേച്ചി എന്നെ അലി അക്ബർ സാറിനെ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ അതിനകത്തുനിന്ന് അഭിനയിച്ചിട്ട് പോയതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്, പക്ഷേ കിട്ടുന്ന വേഷം നമുക്ക് ആരെയും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു സീരിയൽ ഞാൻ അഭിനയിക്കാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ അഭിനയിച്ചിട്ടൊക്കെ പോയി. കുറേ ദിവസം കഴിഞ്ഞ് TV വന്നപ്പോൾ നോക്കുമ്പോൾ കാലൊക്കെ ഉള്ളു എൻ്റെ കാലൊക്കെ മാത്രമേ കാണുന്നില്ല. അപ്പോൾ ഞാനന്ന് പറഞ്ഞതാണ് ഇൻ്റർവ്യൂവിൽ. അത് കണ്ടിട്ട് എനിക്കും എൻ്റെ അമ്മയ്ക്കും മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം അമ്മയുടെ മോൻ്റെ കാലം അമ്മയ്ക്ക് മനസ്സിലായി, സ്വന്തം കാലം കൊണ്ട് എനിക്ക് എൻ്റെ കാലം മനസ്സിലായി. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അയ്യപ്പൻ സിനിമ കാണുന്ന സമയത്ത് പമ്പയിൽ കുളിച്ച് കാലിങ്ങനെ വെച്ച് പോകുമ്പോൾ എൻ്റെ കാലിൻ്റെ വലിയൊരു ക്ലോസ് ഷോട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു, ഭയങ്കരമായിട്ട്. ഞാൻ ഒരു 10-30 വർഷം പിറകിലേക്ക് പോയിട്ട് ഞാൻ എൻ്റെ തുടക്കം അതായിരുന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് അത് ഭയങ്കര സന്തോഷം കൊണ്ടുള്ള ആ ഒരു ഫീലിങ്സ് ആയിരുന്നു. അത് ഞാൻ അവരോട് പറയുകയായിരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മൾ
പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ വളരെ സാധാരണത്തിൽ നിന്ന് തുടങ്ങിയതാണ് നമ്മുടെ ആക്ടിങ് കരിയർ എന്ന് പറയുന്നത്. കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്തിട്ടാണ് വരുന്നത്, അല്ലാതെ വന്നോടെ നമ്മൾ നായകനായിട്ട് ഇൻട്രൊഡ്യൂസ് ആയവരല്ല. പക്ഷേ കഴിഞ്ഞ 25 വർഷമായിട്ട് ഇപ്പോൾ നായകനായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. 25ാം വർഷം നമ്മൾ നായകനായ ഒരു സിനിമയും വരുന്നു, അതും വലിയൊരു ഭാഗ്യം. പിന്നെ വേറൊരു കോയിൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ദൂരദർശൻ അഭിനയിക്കുന്ന സീരിയലിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മണികണ്ഠൻ എന്നായിരുന്നു. ഇതിനകത്ത് അയ്യപ്പനല്ല, പക്ഷെ മണികണ്ഠൻ ക്യാരക്ടറിന്റെ പേര്. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമുള്ള നിമിഷങ്ങളാണ് 2025. ശരിക്കും പറഞ്ഞാൽ മേ ബി ചേട്ടന് ഇപ്പോൾ ഓക്കെ സിനിമ അന്ന് ട്രൈ ചെയ്തു, ആദ്യത്തെ ഒരു 5 വർഷം പരിശ്രമിച്ചിട്ട് ചിലപ്പോൾ നായകനായില്ല, അത് വെച്ച് വേണമെങ്കിൽ ബാക്കിലോട്ട് പോകാമായിരുന്നു. പക്ഷെ ഇത്രയും വർഷം വെയിറ്റ് ചെയ്തു അല്ലേ, ആ ഒരു വെയിറ്റിങ്ങിന് ഒരു ബലം കിട്ടി. അതെ 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 അത് അത് വളരെ സത്യസന്ധമായ. കഴിഞ്ഞ ദിവസം ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് തന്നെ പറയാം. അദ്ദേഹം പറഞ്ഞില്ലേ, നമ്മുടെ സ്വപ്നങ്ങൾ, അതായത് നമ്മൾ 1000 അടി അല്ല 50 അടി അടിക്കുമ്പോഴായിരിക്കും ഒരു പാറ പൊട്ടുന്നത്. പക്ഷെ എന്ന് കരുതി 50ാമത്തെ അടിക്കാണ് പാറ പൊട്ടിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആദ്യത്തെ അടി മുതൽ അവന് ആഘാതം ഏറ്റിട്ടുണ്ട്. എന്നുപോലെ നമ്മുടെ ഓരോ ശ്രമങ്ങളും ഓരോ പരിശ്രമങ്ങളും ഓരോ കഷ്ടപ്പാടുകളും കൊണ്ട് നേടുന്നതായിരിക്കും ഓരോ നേട്ടങ്ങളും. എന്ന് കരുതി ഇപ്പോൾ എല്ലാം ആയി നല്ല അർത്ഥം. പക്ഷെ നമ്മൾ ഇത്രയൊക്കെ ആയല്ലോ എന്നുള്ള സംതൃപ്തിയിലാണ്. പിന്നെ അതുപോലെ തന്നെ ചേട്ടനാണെങ്കിൽ പോലും തുടക്കത്തിൽ മുതലുള്ള അവതാരകരെയൊക്കെ എടുക്കുകയാണെങ്കിൽ ആ സമയത്തും ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള കുറച്ച് അവതാരകർ, ചേട്ടനാണെങ്കിലും നമ്മുടെ കലേഷ് ചേട്ടൻ, അങ്ങനെ കുറച്ച് പേരുണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമുള്ള കുറച്ച് അവതാരകരുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ആ ഒരു രീതിയിലോട്ടൊക്കെ ഇറങ്ങാൻ പറ്റിയത് എങ്ങനെയായിരുന്നു? അതുമായി ഇപ്പോൾ ഓരോന്നും നന്നായി അത്യാവശ്യം സംസാരിക്കുന്ന ഒരാളായതുകൊണ്ടും പിന്നെ ഭാഷ നല്ല മലയാളം ആണ്, ഭാഷ കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കണം. പിന്നെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ഈ പല ചെറിയ പ്രായത്തിൽ മുതലേ തന്നെ മുതിർന്ന ഒരുപാട് കലാകാരന്മാരോടൊപ്പം വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. പ്രൊഫഷണൽ നാടകങ്ങൾ, പരീക്ഷണ നാടകങ്ങൾ, അമച്വർ നാടകങ്ങൾ. അപ്പോഴൊക്കെ എന്നെക്കാൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആൾക്കാരോടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മറ്റൊരു ക്ലാസ്സിലും കിട്ടാത്തതായിരിക്കും. അപ്പോൾ അവരുടെ അനുഭവങ്ങളാണ് നമുക്ക് പങ്കുവെക്കുന്നത്. ഈ കല എന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു എല്ലാത്തിൻ്റെ ഒരു അല്ലേ? പിന്നെ ഉറപ്പായിട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഇപ്പോൾ ക്രിക്കറ്റുകളെ കുറിച്ച് ആധികാരികമായിട്ട് അറിയില്ല, ഫുട്ബോളിനെ കുറിച്ച് ആധികാരികമായിട്ട് അറിയില്ല, മറ്റൊരു കാര്യം രാഷ്ട്രീയത്തെ കുറിച്ച് ആകെ അറിയാവുന്ന ഒരു പരിപാടി ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ ഇങ്ങനെ ആക്സിഡന്റലി സംഭവിച്ചെന്ന് പറഞ്ഞ പോലെ എല്ലാം ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു ചേർന്നു. അതിനും ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ അന്വേഷിച്ച് പോയിടത്തൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പലപ്പോഴും. അത് അവസരങ്ങളാണെങ്കിൽ ഇപ്പോൾ അഭിനയിക്കുന്ന ഇതുപോലും അളിയൻസ് പോലും ഇപ്പം പിന്നെ നമ്മൾ അറിയാമല്ലോ. എന്നായിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് അടുത്ത അവസരം വരണമെങ്കിൽ നമ്മൾ വിളിക്കണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിളിക്കണം, അങ്ങനെ നടക്കുള്ളൂ. പക്ഷെ അപ്പോഴൊക്കെ സംഭവിച്ചത് തേടി വന്ന അവസരങ്ങളാണ് എല്ലാം. ഈ സിനിമ പോലും നമ്മൾ അങ്ങോട്ട് പോയതല്ല, എല്ലാം തേടി വരുന്നതാണ്. അങ്ങോട്ട് പോയത് നേരിട്ട് വിളിക്കാതിരിക്കുന്നൊന്നുമില്ല, ആരെങ്കിലുമൊക്കെ വിളിക്കാറുണ്ട്, പക്ഷെ അതൊന്നും നടക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് നിൽക്കുന്ന ഏരിയ ഏറ്റവും മനോഹരമായി സൂക്ഷിക്കുക, ഏറ്റവും നന്നായി ചെയ്യുക, കൂടുതൽ ആത്മാർത്ഥതയോട് പണിയെടുക്കുക. അപ്പോൾ അവസരങ്ങൾ വന്നു ചേരും.